അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ഈ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരാണ് എന്നൊക്കെ പറയുന്നു, കാണിച്ചത് തെറ്റ് തന്നെയാണ് എന്ന് അങ്ങും സമ്മതിക്കുന്നു. ഇവരെ കൃത്യം ഇപ്പോൾ കഴിഞ്ഞ ഈ ശനിയാഴ്ച മിനിങ്ങാന്നാണ് ഇത് നടന്നത്. ശനി കഴിഞ്ഞു, ഞായറായി, ഇന്ന് തിങ്കളായി. നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇത് ഉടനടി നടപടിയെടുക്കേണ്ട ഒരു തെറ്റ് തന്നെയല്ലേ അവർ കാണിച്ചത്? അങ്ങനെയുണ്ടെങ്കിൽ അവരെ ഉടൻ മാറ്റി നിർത്തി മാതൃകാപരമായ ഒരു സമീപനം ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാലും അതിനുള്ള ഒരു ഇടപെടൽ ഭരണ സംവിധാനത്തിൽ നിന്ന് നടത്തേണ്ടതല്ലേ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്? എൻ്റെ ഒരു അറിവനുസരിച്ച് അദ്ദേഹത്തിന് അപ്പോഴേ തന്നെ മാറ്റി എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഒരു ഭരണസമിതി കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഒരു ജില്ലാ ജഡ്ജി അദ്ദേഹത്തിനെ വിളിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് കരമന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം കേരളത്തിൻ്റെ പ്രതിനിധിയുണ്ട്, രാജകുടുംബമുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒന്ന് വിളിച്ച് ഒരു കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഇന്ന് കാലത്ത് അവർ കൂടി ഭരണസമിതി തീരുമാനം എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് പിരിച്ചുവിട്ടും ചെയ്തു. അല്ല, ഞങ്ങൾ അറിഞ്ഞത് ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലെ അഭിപ്രായം ഉണ്ടായി. പരിഹാര ക്രിയകൾ പോലും ചെയ്യേണ്ടി വരും. അത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. പക്ഷേ ഞാനിത് പറയുന്നത് വെച്ചാൽ നമ്മളിത് രാഷ്ട്രീയവൽക്കരിക്കാതെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എല്ലാവരും എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ, അതിനൊരു സംവിധാനം ചെയ്ത് തന്നെ കൊണ്ടുപോകണം. ആര് ചെയ്താലും തെറ്റിയാൽ അത് CPM അനുഭാവിയായിരുന്നാലും അല്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ അനുഭാവിയായിരുന്നാലും ആരനുഭവം. ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ പറ്റി എനിക്കൊരു ഇതെന്ന് പറയുന്നത് അവിടെ ഒരു ഹെറിഡിറ്ററി ഉണ്ട്. ചില വിഭാഗങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. ഈ കുറുപ്പുമാർ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡുമാർ, ഇങ്ങനെ കുറേ പേർക്ക് ഒരു പഴയ രാജകുടുംബത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായിരുന്നാലും ഇപ്പം നേരത്തെ അരുണ് പറയാനായിട്ട് അവിടെ മദ്യപിച്ചുകൊണ്ട് വന്നിട്ട് ഡ്യൂട്ടിക്ക് കയറണം. പക്ഷേ അതൊക്കെ തടയേണ്ടത് തന്നെ. നമ്മൾ തിന്ന അന്നം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുകാർ, എൻ്റെ അപ്പൂപ്പനും എൻ്റെ അച്ഛനും ഒക്കെ അമ്മയൊക്കെ പറയുന്നത് ഇത് പത്മനാഭൻ്റെ പണമാണ്. ഈ പത്മനാഭൻ്റെ ഒരു യശസ് വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തുകാർ അങ്ങനെ ഒരു അഹങ്കാരികൾ ഒരു ഗർഭമായിട്ട് നടക്കുന്നത്. മനസ്സിലായി? നമ്മളെല്ലാം അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ഇങ്ങനൊരു ആചാര ലംഘനം വന്നത് അത് ഏതൊരു വിധത്തിലും അത് നമുക്ക് രാഷ്ട്രീയം നോക്കല്ലെന്നേ. രാഷ്ട്രീയം നോക്കാതെ, രാഷ്ട്രീയം കളയാതെ ഹിന്ദുക്കളായ എല്ലാവരും കൂടി ചേർന്ന് അതിനെ അവോയ്ഡ് ചെയ്യാൻ അങ്ങനത്തെ ജീവനക്കാരെയൊക്കെ ഇപ്പം ഇത് ടെമ്പററി അപ്പോയിൻമെൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം താൽക്കാലിക ജീവനക്കാരനാണ്. അപ്പോൾ അങ്ങനെയൊന്നും സംവിധാനങ്ങളില്ല. ഇനി അവിടെ ഒരു ക്യാമറ വെച്ചാൽ തീർന്ന പ്രശ്നമേ തീരൂ. അവിടെ നമ്മൾ എത്രയോ ലക്ഷം രൂപ പത്മനാഭ ക്ഷേത്രത്തിൽ വെച്ചേക്കുന്നത് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തും അവർക്കൊരു ഈ ജീവനക്കാർക്ക് കൊണ്ട് കഴിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് മാറ്റി വെച്ചെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അവർക്ക് അങ്ങോട്ട് മാറ്റിയുള്ള സ്ഥലത്ത് പോയിക്കുന്നത്. അവിടെ വീണ്ടും ദിവസവും ഇനി നോൺ ഫുഡ് കൊണ്ടുവരണോ ഇല്ലയെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ എന്തായിരുന്നാലും അവിടെ നമ്മൾ ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ 8 പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ വലിയ സെക്യൂരിറ്റി സംവിധാനമുണ്ട്. ജീവനക്കാരത്ത് നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. ജീവനക്കാർ ഇത് കാണിച്ചത് ശരിയാണോ? ഇത് നമ്മുടെ അന്നമാണ്. നമ്മൾക്ക് ഏത് ക്ഷേത്രമായിരുന്നാലും പള്ളിയായിരുന്നാലും മോസ്ക് ആയിരുന്നാലും ശരി തന്നെ, ഇത് നമ്മുടെ അന്നമാണ്. ഇത് നമ്മൾ അവിടെ നിന്ന് വല്ലതും കിട്ടിയാലേ നമുക്ക് ജീവിക്കാം, നമ്മളെ കുടുംബം ജീവിക്കാമെന്നും ഈ ജീവനക്കാർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.